നമ്പർ ഓഫ് ഡൈവേഴ്സസ് ആർ ഇൻക്രീസിങ് ഡേ ബൈ ഡേ. ഇതെല്ലാം കൂടെ നമുക്ക് കൗൺസിലിംഗ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പരിഹരിക്കാൻ പറ്റില്ല. അതിന്റെ റൂട്ട് കോസ് കിടക്കുന്നത് വേറെ കുറെ സ്ഥലങ്ങളിലാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇന്നും അക്ഷരാഭ്യാസം ഇല്ലാത്ത സോകോൾഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. 10ാം ക്ലാസ് പാസ്സായി എഴുതാനും വായിക്കും, ഇറ്റ്സ് എ ഫാക്ട്. ഡോക്ടർമാരായി, എഞ്ചിനീയർമാരായി, വക്കീലന്മാരായി ഭയങ്കര വലിയ പൊസിഷൻസിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് സ്വന്തം സഹജീവികളോട് പെരുമാറാൻ അറിയില്ല, കൂട്ടുകാരോട് പെരുമാറാൻ അറിയില്ല, വീട്ടുകാരോട് പെരുമാറാൻ അറിയില്ല, അതിൽ ഭാര്യയോട് ഒട്ടും നന്നായിട്ട് പെരുമാറാൻ അറിയില്ല. ഇതെല്ലാം നമുക്ക് കൗൺസിലിംഗ് കൊണ്ട് മാറ്റാൻ പറ്റും? ഇതെല്ലാം ബേസിക് സാധനങ്ങളാണ്. ഈ ബേസ് സാധനങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരമെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളുടെ എല്ലാം കുടുംബങ്ങളിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഈ കൗൺസിലിംഗ് തുടങ്ങേണ്ടത് ഒരു പ്രൊഫഷണൽ ഒരാളുടെ അടുത്ത് പോയി ഇരുന്ന് കൗൺസിലിംഗ് ചെയ്യുവല്ല നമുക്ക് വേണ്ട. എപ്പോഴാണ് നമ്മൾ പോകുന്നത്? ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്താണ് ഒരു കൗൺസിലിങ്ങിന് പോകുന്നത്. കുടുംബത്ത് അവിടുന്ന് അവർ പിന്നെ പോകുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സമയം കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അവരുടെ സ്കൂളുകളാണ്. നമ്മൾ ഫിസിക്സും കെമിസ്ട്രി മാത്സും ബയോളജി ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, ജീവിക്കാൻ മാത്രം നമ്മൾ പഠിപ്പിക്കുന്നില്ല. പരസ്പരം പെരുമാറാൻ പഠിപ്പിക്കുന്നില്ല, എറ്റിക്കറ്റ്സ് പഠിപ്പിക്കുന്നില്ല. നല്ല എഞ്ചിനീയർ ആവാൻ പഠിപ്പിക്കും, നല്ല ഡോക്ടർ ആവാൻ പഠിപ്പിക്കും, നല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പഠിപ്പിക്കും, നല്ല ജോലി കിട്ടാൻ പഠിപ്പിക്കും, നല്ല ക്ലർക്ക് ആവാൻ പഠിപ്പിക്കും, PSC എക്സാം എഴുതാൻ പഠിപ്പിക്കും. ജീവിക്കാൻ പഠിപ്പിക്കത്തില്ല.